ആവി പിടിച്ചിട്ട് എങ്ങനെയുണ്ട് ഡേയ്സമ്മോ? കുഴപ്പമില്ല. ഡാ, ഇത് ചുക്കും കുരുമുളകും കേട്ട നല്ല പനിക്കാപ്പിയാ. ഇതും കുടിച്ചേ. ഉള്ളി ചെല്ലുമ്പോ ഒരു ആശ്വാസം കിട്ടും. എനിക്കിപ്പോ വേണ്ട അമ്മച്ചി. ഹാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതങ്ങ് കുടിച്ചേ. ഡോക്ടറെ ചെന്ന് കണ്ട് മരുന്ന് മേടിക്കാന്ന് പറഞ്ഞാൽ കേക്കത്തുമില്ലല്ലോ. എന്റെ കർത്താവേ, നല്ല പനിയാന്നല്ലോ. എന്റെ ഡേയ്സമ്മോ, ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാതെ നീ വാ, നമുക്ക് ഏതെങ്കിലും ആശുപത്രി പോവാം. ഒന്നും വേണ്ട അമ്മച്ചി, ഇപ്പൊ ആവി പിടിച്ചല്ലോ, കുറച്ച് കഴിയുമ്പോ അങ്ങ് റെഡി ആയിക്കോളും. ആ, അങ്ങനെ പറഞ്ഞങ്ങ് ഇരുന്നു. ഇതിപ്പം ഇവിടം വരെയായി. ഞാൻ എന്നാ ചെയ്യാനാ? ചെറുക്കൻ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ വല്ലയിടത്തും പോയി കിടക്കുമല്ലയോ? എന്റെ ഡേയ്സമ്മ, നീ ഈ വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞിട്ടേ അവനെയും വിളിച്ചു വരുത്ത്. അവൻ വന്നാ വല്ല മരുന്നും തരും. എന്നതാ, ഞാൻ വിളിക്കട്ടെ അവനെ? വേണ്ട അമ്മച്ചി, ഒന്ന് ചുമ്മാതിരിക്ക. അവനെ വിളിച്ചു വരുത്തുകയാണെങ്കിൽ ഞാനിപ്പോ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോകും. ഹോ, ഇതെന്നാ വാശിയാ എന്റെ കർത്താവേ. വാശിയല്ല അമ്മച്ചി, എന്റെ മനസ്സിൽ ചില കണക്കൂട്ടലുകളുണ്ട്. അത് നടക്കാതെ ഞാൻ ഇനി അവനെ കാണാൻ പോകുന്നില്ല. മതി. അത് മൊത്തം അങ്ങ് കുടിക്ക്, വേർത്തങ്ങ് പോട്ടെ. ഈ നേരത്തിന് ആരാണാവോ? പോയി നോക്കമ്മച്ചി, ചിലപ്പോ മാളോ മറ്റോ ആയിരിക്കും. മാളു? ഇപ്പോഴും നിനക്ക് കൂറങ്ങോട്ടാ. പച്ച ജീവനോടെ ഇരിക്കുമ്പോ കളഞ്ഞിട്ട് പോയവളാ ഇനി ചാവാൻ കിടക്കുമ്പോ അന്വേഷിച്ചു വരുന്നത്. ഓ, എന്തായാലും ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീയായിരുന്നോ? ഞാൻ വിചാരിച്ച ജോക്കുട്ടനായിരിക്കുന്നു. അതെങ്ങനെയാ? ജോക്കുട്ടൻ ഇങ്ങോട്ട് വരരുതെന്നല്ലേ ഇവിടെ ഒരാളുടെ കൽപ്പന. ആ, എല്ലാരും കൂടെ ആ പരുവാക്കിയല്ലോ. നീ എന്നാത്തിനാ വന്നത്? എന്താ അമ്മച്ചി, എനിക്കിങ്ങോട്ട് വന്നൂടെ? ഹോ, പിന്നെ ഇവിടെ കണ്ണി കണ്ടവർക്കൊക്കെ കയറി നിറങ്ങാൻ പറ്റിയ സ്ഥലമാണല്ലോ. ഡേയ്സി ആന്റിയെ കാണാൻ വന്നേക്കുന്നു. അതെ, ഇപ്പൊ അവളെ കാണാൻ പറ്റിയല്ല. കൊച്ചു പോയിട്ട് പിന്നെങ്ങാനും വാ. അതെന്താ? അവക്ക് തീരെ വയ്യാണ്ട് കിടക്കുക. അയ്യോ, എന്തു പറ്റി? എന്തു പറ്റാനാ? പനി, ശ്വാസം മുട്ടലും. പനി എന്ന് പറഞ്ഞ വെറും പനിയല്ല, നല്ല ഒന്നാം തരം ജ്വരം. ആഹാ, എന്നിട്ടത് വച്ചോണ്ടിരിക്കുവാണോ? ആന്റി, അപ്പു ആയിരുന്നോ? ഇതെന്തു പറ്റി? വല്ലാത്തൊരു പനി അപ്പു. ഇന്നലെ രാവിലെ മുതൽ കുറച്ച് അസ്വസ്ഥതയുണ്ട്. ഞാനത് കാര്യമാക്കിയില്ല. ഇന്നായിപ്പോ എനിക്ക് തീരെ വയ്യ. ദൈവമേ, ഇത് നല്ല പനിയാണല്ലോ ആന്റി. പൊള്ളുന്ന ചൂടുണ്ട്. എന്നിട്ട് ആന്റി ഹോസ്പിറ്റലൊന്നും പോയില്ലേ? ഇല്ലെന്നേ, അമ്മച്ചി പനിക്കാപ്പി ഇട്ടു തന്നു, അത് മതി. അതൊന്നും ശരിയാവില്ല. ഇത് അതിലൊന്നും മാറുന്ന പനിയല്ല. ആന്റി വേഗം റെഡിയാവ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതൊന്നും വേണ്ട അപ്പു, കുറച്ച് കഴിയട്ടെ. പനി കൂടുകയാണെങ്കിൽ നോക്കാം. ആന്റി പ്ലീസ്, പറയുന്ന കേക്ക്. ഈ പനി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നേ പറ്റൂ. അപ്പു, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക. ആന്റി ഇനി ഒന്നും പറയണ്ട. ട്രേസമ്മച്ചി, ആന്റി വേഗം ഒന്ന് റെഡിയാക്കി ഞാനൊരു ടാക്സി വിളിക്കട്ടെ. കാര്യം ഇതൊക്കെ ആണേലും ഇപ്പൊ നീ ആ കൊച്ചു പറയുന്നത് കേക്ക് ഡേയ്സമ്മ. പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചു ബാ. ഇതൊന്നും നമ്മുടെ കൈ നിൽക്കത്തില്ല. നീ ബാ, കൈയും കാലും മുഖമൊക്കെ കഴുകി ഒന്ന് റെഡിയാവ്. ബാ, വന്നേ, എണീക്ക്. വാ, വന്നേ. പതുക്കെ. അശ്വതി, അശ്വതി. ആഹാ, മുരളിയേട്ടൻ ഇറങ്ങുകയോ? ഒരു 5 മിനിറ്റ് നിന്നാ ബ്രേക്ക്ഫാസ്റ്റ് ആവും. കഴിച്ചിട്ട് ഇറങ്ങാലോ? ഓ വേണ്ട അശ്വതി, ഇന്ന് പ്രവീണിന്റെ കൂടെ വട്ടിയൂർക്കാവ് സൈറ്റിലൊന്ന് പോണം. അവിടെ കല്ലിടിയിൽ ചടങ്ങല്ലേ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പ്രവീണിന്റെ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ? ഞാൻ വിളിച്ചു പറയാം, തിരക്ക് പോലിരിക്കും. ശരി. ആ മുരളിയേട്ടാ, മാളുവിന്റെ കാര്യം എങ്ങനെയാ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അപ്പു എങ്ങാനും വന്ന് രണ്ടുപേരും കൂടെ പുറത്തു പോകാൻ വല്ലതും പ്ലാൻ ചെയ്താ ഞാനെന്താ പറയണ്ടേ? അപ്പു വരാൻ ചാൻസ് ഇല്ല അശ്വതി. അഥവാ വന്നാലും നമ്മൾ അങ്ങോട്ട് അധികം മുറുകാൻ പോകണ്ട. നേരത്തെ വീട്ടിലെത്തണമെന്നെങ്ങാനും ഒരു വാണിയും കൊടുത്താൽ മതി. പോകുന്നെങ്കിൽ പോയി വരട്ടെ. അല്ല, മുരളിയേട്ടനല്ലേ പറഞ്ഞത് അപ്പുവിന്റെ ഒപ്പം മാളുവിനെ ഇനി എങ്ങും വിടണ്ടാന്നൊക്കെ?
പെട്ടെന്നെന്താ ഒരു മനം മാറ്റം? അയ്യോ, അത് തന്നോട് പറയാൻ മറന്നുപോയി. അപ്പു എന്നെ വന്ന് കണ്ടിരുന്നു. എവിടെ വെച്ച്? ഓഫീസിൽ വന്നോ അപ്പു? ഏയ് അല്ല, സൈറ്റില്. അപ്പുവിനെ നേരി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഞാൻ നമ്മുടെ അമലയോട് പറഞ്ഞിരുന്നു. അമല ഈ കാര്യങ്ങളെല്ലാം അപ്പുവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പു എന്നെ നേരിൽ കാണാൻ സൈറ്റിലെത്തിയത്. എന്നിട്ട് അപ്പു എന്താ പറഞ്ഞത്? നമ്മൾ ഭയപ്പെടുന്നത് പോലൊന്നും അവരുടെ റിലേഷനിൽ ഇല്ലെന്നും അപ്പു കാരണം നമുക്ക് ഒരു മാനക്കേടും ഉണ്ടാവില്ലെന്നും എന്നോട് പ്രോമിസ് ചെയ്തു. മാളുവിന്റെ യഥാർത്ഥ ഉദ്ദേശം ജോബിനുമായിട്ടുള്ള ഡിവോഴ്സ് അല്ലെന്നും ജോബിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കലാണെന്നൊക്കെ അപ്പു പറയുന്നത്. മുരളിയേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തിനാ ഇവളിപ്പോ ഡിവോഴ്സും പെറ്റീഷനും ഒക്കെ ആയിട്ട് നടക്കുന്നത്? ഇതൊക്കെ തന്നെ ഞാനും അപ്പുവിനോട് ചോദിച്ചത്. അപ്പു ഒരു ഉറപ്പോട് കൂടി പറഞ്ഞതല്ല, എല്ലാം ഒരു ഗസ് വർക്കാ. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് മുരളിയേട്ടൻ ഇപ്പോഴാണോ എന്നോട് പറയുന്നത്? എടോ, തന്നോട് പറയണമെന്ന് കരുതിയിരുന്നതാ. വൈകിട്ട് അമ്മയെ ബസ് കയറ്റി വിട്ടിട്ട് വന്നപ്പോഴേക്കും അതെന്റെ മനസ്സിൽ നിന്ന് പോയി. അല്ല, അമ്മ രാവിലെ വിളിച്ചോ? ആ, ഗുരുവായൂർന്ന് നിർമാലയം തൊഴുതിട്ട് വിളിച്ചു. അവിടുന്ന് ഇപ്പൊ പുറപ്പെട്ടിട്ടുണ്ടാവും. ഒരു കണക്കിന് അമ്മയ്ക്കിപ്പോ ഈ തീർത്ഥാടനത്തിന് പോവാൻ തോന്നിയത് നന്നായി. അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് പൂജയെന്നും മന്ത്രവാദവും എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ഉള്ള സമാധാനം കൂടി കളഞ്ഞന്. അതിനെന്താ, ഇപ്പൊ പോയിട്ട് വരുമ്പോ എന്തൊക്കെ എവിടുന്നൊക്കെ കൊണ്ടുവരുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കഴിഞ്ഞ തവണ ഇതുപോലെ തീർത്ഥാടനത്തിന് പോയിട്ട് മാളൂനൊരു സമ്മാനവും കൊണ്ടുവന്നിട്ടുണ്ടാക്കിയ പുകിലൊക്കെ ഓർമ്മയില്ലേ? അത് ശരിയാ. ഇപ്രാവശ്യം അങ്ങനത്തെ ഒന്നും കൊണ്ടുവന്നേക്കരുതെന്ന് താൻ വിളിക്കുമ്പോ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ഇനി ഞാൻ ഓർമ്മിപ്പിക്കാത്തന്റെ കുറവേ ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുള്ളൂ എന്ന് മുരളിയേട്ടൻ അറിയാവുന്നതല്ലേ? എന്നാലും ഞാൻ ആലോചിക്കുന്നത് അപ്പു പറഞ്ഞ കാര്യമാ. ഇനി ശരിക്കും മാളു ജോബിനുമായിട്ടുള്ള ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അവളുടെ മനസ്സ് എന്താണെന്നൊന്നും ഒരു പിടിയില്ല ശ്രുതി. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ അമ്മയില്ലല്ലോ, താൻ അവളുടെ അടുത്ത് സമാധാനമായിട്ട് കാര്യങ്ങളൊന്ന് ചോദിക്കും. ചിലപ്പോ നല്ല മൂഡിലാണെങ്കിൽ എന്താ അവളുടെ മനസ്സിലുള്ളതെന്ന് തന്നോട് ഷെയർ ചെയ്താലോ? ഞാൻ ആ കാര്യം ചോദിക്കുമ്പോഴൊക്കെ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ആ, നോക്കട്ടെ, ചോദിച്ചു നോക്കാം. ശോ, ഒന്നും അറിയാതെ അപ്പുവിനോട് വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തു. അതൊന്നും സാരമില്ല. ഞാൻ അപ്പനോട് സോറി പറഞ്ഞിട്ടുണ്ട്. വന്നാ നീയും അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞതാണെന്നങ്ങ് പറഞ്ഞാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെടോ, സൈറ്റിലെല്ലാരും വന്നിട്ടുണ്ടാവും. പിന്നെ അപ്പു വന്ന എന്നെ ഒന്ന് വിളിച്ചേക്കണം. ശരി. ചേട്ടാ, അടുത്ത് കാണുന്ന മെഡിക്കൽ ഷോപ്പിലൊന്ന് നിർത്തണേ. ഒരു ടാബ്ലറ്റ് കൂടി വാങ്ങാനുണ്ട്. ശരി. ആൻറ്റി ഇരിക്കേ, ഞാൻ ഇപ്പോൾ മെഡിസിൻ വാങ്ങിയിട്ട് വരാം. അപ്പോ ഡോക്ടർ എന്താ ഇവിടെ? ഞാൻ നിൽക്കുന്ന ടൂറിസ്റ്റ് ഹോമിലെ മാനേജർക്ക് നല്ല സുഖമില്ല. അപ്പൊ 2 ടാബ്ലറ്റ് വാങ്ങാൻ കരുതി. അല്ല, അപ്പോ എന്താ ഇവിടെ? ഞാനേ ഒരു പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ. പേഷ്യന്റോ? അതാരാ പേഷ്യന്റ്? ഡോക്ടറുടെ മമ്മി തന്നെ. മമ്മിയോ? മമ്മിക്ക് എന്ത് പറ്റി? ഞാൻ ഇന്ന് രാവിലെ ആന്റിയെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നതാ. അപ്പൊ പുതച്ചു മൂടിയിരിക്കുന്നു. ആൾക്ക് നല്ല ടെമ്പറേച്ചറും ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ, എന്നിട്ടെന്താ, ഞാൻ നിർബന്ധിച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടുന്ന് മടങ്ങുന്ന വഴിയാ. ഒരു ടാബ്ലറ്റ് പുറത്തുനിന്ന് വാങ്ങാനുണ്ടായിരുന്നു. മമ്മി എവിടെ? അവിടെ ആ ടാക്സിയിലുണ്ട്. ഞാൻ ഈ മെഡിസിൻ ഒന്ന് വാങ്ങട്ടെ. ഡോക്ടർക്ക് ആന്റിയോട് സംസാരിക്കണോ? ആന്റി, മെഡിസിൻ കിട്ടിയോ അപ്പോ? ആ, കിട്ടി. ദേ, അതാരാ നോക്കിയേ? വാ അപ്പോ, നമുക്ക് പോകാം. അപ്പോ
കേറ്. വാ, നമുക്ക് പോകാം. വി പിയോട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ നിലമറന്ന് സംസാരിച്ചിരുന്നു. താൻ ഇതുവരെ അത് മനസ്സിന്ന് കളഞ്ഞില്ലേ മുരളി? തന്റെ ക്ഷമാപണം കേൾക്കണമെന്നല്ല ഞാൻ വന്നത്. താൻ എന്നോട് ദേഷ്യപ്പെട്ടോ മുഷിഞ്ഞോ സംസാരിച്ച അത് മനസ്സിൽ വെച്ച് നടക്കുന്ന ആളെന്നല്ല ഞാൻ. കാരണം സ്നേഹമുള്ളിടത്തെ ഇതുപോലുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോട്ടെ, താൻ എപ്പോഴാണ് ഫ്രീ ആവുക? നമുക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് ഞാൻ അല്പം ബിസിയാണല്ലോ വി പി. എന്താ അത്യാവശ്യം വല്ലതും? ഏയ്, അങ്ങനെ തൻ്റെ പരിപാടികളൊന്നും മാറ്റിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എടോ, ഞാൻ പറയാൻ വന്നത് നമ്മുടെ മാളുവിൻ്റെയും ജോബിൻ്റെയും കാര്യം തന്നെയാണ്. അതിങ്ങനെ ഒരു തീരുമാനത്തിലെത്താതെ കിടക്കുന്നതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതിലിനി എന്ത് തീരുമാനമാനാ വി പി? ഒക്കെ അവള് തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? വക്കീലിനെ കണ്ട് ഡിവോഴ്സ് നോട്ടീസ് വായിപ്പിച്ചു. അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഇല്ലാതാക്കാവുന്നല്ലേ ഉള്ളൂ. എങ്ങനെ? നമുക്ക് മാളുവിനോടും ജോബിനോടും ഒന്ന് വിശദമായി സംസാരിക്കണം. കഴിയുമെങ്കിൽ അവരെ ഒരുമിച്ചിരുത്തി തന്നെ നല്ല രീതിയിലൊരു കൗൺസിലിംഗ് നടത്തിയ ഒരുപക്ഷെ അവരുടെ മനസ്സ് മാറാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തിനും തയ്യാറാ. പക്ഷേ മാളു ഒരിക്കലും ഒരു കോംപ്രമൈസിന് വഴങ്ങുമെന്ന് തോന്നുന്നില്ല വി പി. ഇക്കാര്യത്തിൽ അവളവിടെ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അവളുടെ നീക്കം എന്താണെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറയാലോ വി പി, എനിക്കൊരു മനസമാധാനവുമില്ല. എനിക്ക് മാത്രമല്ല, അശ്വതിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇനിയൊരു കല്യാണം നടന്നില്ലെങ്കിൽ ഇല്ലെന്നുള്ള സങ്കടം സഹിച്ചാൽ മതിയല്ലോ. പക്ഷെ അവൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലായി. തൻ്റെ അശ്വതിയുടെയൊക്കെ പേടി എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഒരുപക്ഷെ ജോബിനോടുള്ള വാശിക്കായിരിക്കാം മാളു വന്ന് ഡേയ്സിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചത്. പക്ഷെ മുരളി, താനും അശ്വതിയൊക്കെ പേടിക്കുന്ന പോലുള്ള റിലേഷൻ കുട്ടികൾ തമ്മിലില്ലാന്ന് എനിക്ക് ഉറപ്പായി. അപ്പോനോട് എനിക്കും ഗീതയ്ക്കും ഇതേക്കുറിച്ച് നേരിട്ട് ചോദിക്കുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ടാസ്ക് ഞാൻ അമ്പിമാമന് വിട്ടുകൊടുത്തു. അമ്പിമാമൻ അപ്പുവായിട്ട് വിശദമായി സംസാരിച്ചു. മാളു പറഞ്ഞതുപോലെ ഒരു പാർട്ട്ണർഷിപ്പിന് അപ്പുവിന് 1% പോലും താല്പര്യമില്ല. അത് അപ്പു വളരെ ക്ലിയർ കട്ടായി അമ്പിമാമനോട് പറയുകയും ചെയ്തു. അതെനിക്ക് മനസ്സിലായി ബി പി. അപ്പു ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. ഞാനും അശ്വതിയും അപ്പുവിനോട് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറി. അതുമാത്രമല്ല, എൻ്റെ സ്റ്റാഫ് അമലയെ കൊണ്ട് അപ്പുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിയണമെന്നും പറയിച്ചിരുന്നു. അതുകൊണ്ടൊക്കെയാവും അപ്പു ഇന്നലെ എന്നെ നേരിട്ട് കാണാൻ വന്നിരുന്നു. അമ്പിമാമനോട് അപ്പു പറഞ്ഞ കാര്യം സ്ട്രോങ് ആയി എന്നോട് റിപ്പീറ്റ് ചെയ്തു. അത് ശരി, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? എന്നിട്ട് അതേക്കുറിച്ച് അപ്പു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഏതായാലും തന്നെ നേരിട്ട് വന്ന് കാണാനും ഇങ്ങനൊരു കാര്യം ഉറപ്പ് പറയാനും അപ്പുവിന് തോന്നിയല്ലോ. അത് നന്നായി. പക്ഷെ വി പി, അപ്പു പറയുന്നത് മാളുവിൻ്റെ ഈ ഡിവോഴ്സ് നീക്കമൊക്കെ അവള് ജോബിനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാ. എടോ, അതന്നെയല്ല ഞാനും പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നു. ഡേയ്സി ജോബിനെ നേർവഴിക്ക് നയിക്കാൻ കണ്ടെത്തിയ മാർഗം പോലെ മാളു മറ്റൊരു മാർഗം സ്വീകരിക്കുന്നു. അല്ലാതെ ജോബിൽ നിന്നൊരു സെപ്പറേഷൻ മാളു ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. എങ്കിൽ പിന്നെ അവൾക്ക് ആ കാര്യം ഞങ്ങളോടെങ്കിലും തുറന്നു പറഞ്ഞൂടെ? ഞങ്ങളാരും അവളുടെ ആഗ്രഹത്തിനെതിരെ നിൽക്കില്ലല്ലോ. നിങ്ങളോടത് പറയാത്തത് ഒരുപക്ഷെ അത് ഏതെങ്കിലും ഒരു സോഴ്സിൽ ജോബിന്റെ കാതിലെത്തും എന്ന് വിചാരിച്ചിട്ടാവും. ഈവൻ അപ്പൂനോട് പോലും മാളു തന്റെ ഉള്ളിലിരിപ്പ് സമ്മതിച്ചിട്ടില്ലല്ലോ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ആദ്യം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണം. ഞാൻ ഡേയ്സി നേരിട്ടൊന്ന് കാണുന്നുണ്ട്. ഡേയ്സിയും ജോബിനെ ഒരു കോംപ്രമൈസിൽ എത്തിക്കാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് കുട്ടികളൊന്ന് ഒരുമിച്ചിരുത്തി ഞാനൊന്ന് കൗൺസിൽ ചെയ്യാം. താനും കൂടി ഫ്രീ ആയിട്ട് മതി. എന്താ മുരളി? അതൊക്കെ വി പി എങ്ങനെയാന്ന് വെച്ചാൽ ഡീൽ ചെയ്തു.
എന്ത് കാര്യത്തിന് ഞാൻ കൂടുണ്ട്, എന്ത് കാര്യത്തിന് എനിക്ക് സമ്മതമാണ്. എന്നാ പിന്നെ ഞാൻ ആദ്യം ഡേസി ഒന്ന് കാണട്ടെ, അത് കഴിഞ്ഞ് നമുക്കൊരു ദിവസം നിശ്ചയിക്കാം, പോരെ? മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വി പി, എന്താടോ? അല്ല, ഞാൻ പറഞ്ഞതൊന്നും. എടോ, ഇനി താൻ എന്നോട് ക്ഷമ ചോദിച്ചാ താൻ വലിയ കോൺട്രാക്ടറാണെന്ന് ഞാൻ നോക്കില്ല. തന്റെ ലേബേഴ്സിന്റെ മുന്നിലിട്ട് തന്നെ ഞാൻ തല്ലും, പറഞ്ഞേക്കാം. ആന്റി കിടക്ക. ഡോക്ടർ എന്നാ പറഞ്ഞു ഡേസമ്മ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇത്തിരി കുഴപ്പം അമ്മച്ചി. അഡ്മിറ്റ് ആവാൻ ഡോക്ടർ പറഞ്ഞതാ. ആന്റിയുടെ നിർബന്ധം കൊണ്ട് അത് ചെയ്യാതിരുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പു. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നാ അമ്മച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഹാ, അതെന്നാ വർത്തമാനമാണ് ഡേസമ്മ നീ പറയുന്നേ? മനുഷ്യനൊരു ആവശ്യം വരുമ്പോഴല്ലേ ആൾക്കാർ കൂടെ വേണ്ടത്. നിന്റെ കാര്യത്തിന് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നാലും എന്നതാ കുഴപ്പം? എന്തിനാ അമ്മച്ചി? ഇപ്പൊ മരുന്നൊക്കെ കിട്ടിയല്ലോ, അങ്ങ് മാറിക്കോളും. അമ്മച്ചി, കഞ്ഞിയും ബ്രെഡും മാത്രം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓ, വാങ്ങിയതൊക്കെ അവിടെ ഇരിക്കും. ഇന്ന് രാവിലെ ആകെ കുടിച്ചത് ഒരു കാപ്പിയുടെ വെള്ളവാ. ഇറങ്ങാൻ നേരത്തും ഒന്നും കഴിച്ചില്ലല്ലോ. ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ കഞ്ഞി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ദാ, കുറച്ച് കഴിഞ്ഞേ ഒരു കപ്പ് കഞ്ഞി ചൂടാക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് 2 ടാബ്ലറ്റ്സും കൊടുക്കണം. അയ്യോ കുഞ്ഞേ, അതൊന്ന് എടുത്തു തന്നാ വലിയ ഉപകാരമായി. അല്ലെങ്കിൽ വേണ്ട, അമ്മച്ചിക്ക് സുഖമില്ലാത്തല്ലേ. ഞാനിന്ന് ഇവിടെ നിൽക്കാം. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മരുന്നും ഗുളികയും കൃത്യമായിട്ട് എടുത്തു തന്നാ ഞാനങ്ങ് കൊടുത്തോളാം. നീ ബുദ്ധിമുട്ടണമെന്നില്ല അപ്പു. ഇവിടെ അമ്മച്ചി ഉണ്ടല്ലോ. പിന്നെ മരുന്ന് ഞാൻ കൃത്യസമയത്ത് എടുത്ത് കഴിച്ചോളാം. ശരി, ഞാനെന്നാ മെഡിസിൻ എടുത്ത് വെക്കാം. ദാ, ഇത് ഭക്ഷണം കഴിഞ്ഞിട്ട്. കടുത്ത ചൂടും ശ്വാസമുട്ടലും ഉണ്ടെങ്കിൽ രാത്രി ഇതൊരെണ്ണം. അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം. നീ അതവിടെ വെച്ചാ മതി. ഡേസമ്മ, ഞാൻ കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ട്, എടുക്കട്ടെ? ഇപ്പൊ വേണ്ട അമ്മച്ചി, കുറച്ച് കഴിയട്ടെ. കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. എന്നാ എൻ്റെ കിടന്നോ, ഞാൻ ഇറങ്ങുവോ? അമ്മച്ചി, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ. ഓ, ഇവിടെ ഇനി എന്നാ പ്രത്യേകിച്ചൊരാവശ്യം? രാത്രി പനിയെങ്ങാനും കൂടുകയാണെങ്കിലല്ലേ വേണ്ടൂ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്തായാലും വിളിക്കാണ്ടേ. ആൻറ്റി കിടന്നോ? നീ ഒന്നും കഴിച്ചില്ലല്ലോ അപ്പു. എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഇവിടൊന്നും വെച്ചിട്ടൊന്നുമില്ല. രാവിലെ ബാക്കി വന്ന ദോശ ഞാൻ അങ്ങ് കഴിച്ചു. ഇല്ലേ പിന്നെ എനിക്ക് ഗ്യാസ് കയറത്തില്ലയോ? സാരമില്ല ആൻറ്റി, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ആൻറ്റി കിടക്ക. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം ആൻറ്റി. അപ്പു വന്നത് നന്നായി. എന്ത് നന്നായി? ഈ പാട് വല്ലതും ഉണ്ടായിരുന്നോ ജോക്കുട്ടിന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ? അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പൊന്നു വെച്ചിട്ട് കാക്കപ്പൊന്ന് തിരക്കി പോകാനാ ചിലർക്ക് യോഗം. ഇല്ല മാഡം, നമ്മളിക്കാര്യം നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാ. ഇനി ഈ കേസിൽ ഒരൊറ്റ തീർപ്പിന് എനിക്ക് 1% പോലും താല്പര്യമില്ല. മാഡം അതിനെന്നെ ഫോഴ്സ് ചെയ്യാൻ വേണ്ട. ഞാൻ ഒരിക്കലും മാളവികയെ നിർബന്ധിക്കില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രൊഫഷണലി പറഞ്ഞാൽ മുമ്പിൽ വരുന്ന ക്ലയൻസിന്റെ ഡിമാൻഡ് നിയമപരമായി സാധൂകരിച്ചു കൊടുക്കുക എന്നതിലപ്പുറം അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒരു നല്ല കീഴ്വഴക്കമല്ല, പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രൊഫഷനിൽ. പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് ഡോക്ടർ ജോബിന് വേണ്ടിയല്ല. ഈ കേസുമായി മാളവിക എന്റെ മുന്നിൽ വരുന്നതിന് മുമ്പ് കേട്ടറിവിലൂടെ മാത്രം പരിചയമുള്ള ഒരാളായിരുന്നു നിങ്ങൾ. ഇതിൽ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നതാവട്ടെ അൺഫോർച്ചുനേറ്റ്ലി എന്റെ സുഹൃത്തും.